CPI ചിന്തിക്കുന്നതും ചിന്തിക്കേണ്ടതും 4 സീറ്റുകളെ പറ്റി മാത്രമല്ല. ഞങ്ങളുടെ കൺസേൺ കേരളത്തിലെ 20 സീറ്റുകളെ പറ്റിയുമാണ്. ഇത് മൗലിക പ്രശ്നം ഇന്ത്യയുടെ എല്ലാ അടിസ്ഥാന മൂല്യങ്ങളെയും തകർക്കാൻ നിൽക്കുന്ന ഒരു രാഷ്ട്രീയം അപ്പുറത്തുണ്ട്. അതാണ് RSS നയിക്കുന്ന BJPയുടെ ഇന്നത്തെ ഭരണം. ഈ ഭരണം തുടരുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ എല്ലാ പ്രിയപ്പെട്ട മൂല്യങ്ങളും തകർന്നു നിന്നാണ്. അത് സംഭവിച്ചാൽ ജനാധിപത്യം മരിക്കും, പാർലമെന്ററി സിസ്റ്റം അപകടത്തിലാവും, ജുഡീഷ്യറിയുടെ മേലുള്ള പിടിമുറുക്കും. സസ്പെൻഡ് ചെയ്യപ്പെട്ട MP ആണ് ഞാൻ. എന്റെ സസ്പെൻഷൻ കാലാവധി 3 മാസത്തേക്കാണ്. അങ്ങനെ തെരഞ്ഞു പിടിച്ച ആൾക്കാരെ 3 മാസത്തേക്കും ആഴ്ചകളിലേക്ക് സസ്പെൻഡ് ചെയ്തു. എന്ത് പാർലമെന്റാണ്? പ്രതിപക്ഷമില്ലാത്തൊരു പാർലമെന്റ് ആണെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. ആ പുക ഒരു വിഷപ്പുകയായിരുന്നത്. പുകയ്ക്കറിയില്ല ഏതാണ് BJP, ഏതാണ് കമ്മ്യൂണിസ്റ്റ്, ഏതാണ് കോൺഗ്രസ്, ഒന്നും പുകയ്ക്കറിയില്ല. പുക എല്ലാ ഭാഗത്തേക്കും വ്യാപിക്കും. എന്തെല്ലാം ദുരിതങ്ങൾ ഉണ്ടാകുമേ. ഇത് സ്ഫോടക വസ്തുവായിരുന്നെങ്കിലും ഇന്നത്തെ പുതിയ പാർലമെന്റ് മന്ദിരം പഴയ മന്ദിരത്തിന്റെ മുമ്പിൽ ഒന്നുമല്ല. പുതിയ മന്ദിരം ഒരു കോട്ടയാണ്. യാതൊരു സൗന്ദര്യ ബോധവുമില്ലാതെ പണം വാരിയറിഞ്ഞ് കെട്ടിപ്പൊക്കി ആ കോട്ടയ്ക്കകത്ത് എന്തു സംഭവിക്കാമായിരുന്നു ആ ദിവസം. ഇവരെ ആരാ കാത്ത് കയറ്റിവിട്ടു? ഇവരെ കയറ്റിവിട്ടത് ഒരു BJP MP ആണ്. മൈസൂരിലെ BJP MP. അതെങ്ങാനും ഒരു പ്രതിപക്ഷ MP ആയിരുന്നെങ്കിൽ ഇന്നത്തെ ഇന്ത്യയിലെ പ്രതിപക്ഷ MP കത്തോടും കൂടിയാണ് അവരകത്ത് കയറിയത്. ആ MP-യുടെ പേര് ഒരു മുസ്ലിം പേരായിരുന്നെങ്കിലും ഇതെല്ലാം ജനാധിപത്യ ഇന്ത്യയുടെ മനസ്സിൽ ചോദ്യങ്ങളാണ്. ഞങ്ങളാകെ ചോദിച്ച കാര്യം ഇത്രയും ഗുരുതരമായ ഒരു സെക്യൂരിറ്റി ബ്രീച്ച് ഉണ്ടായിരുന്നു. ഈ സെക്യൂരിറ്റി ബ്രീച്ചിനെ പറ്റി, സുരക്ഷാ ലംഘനത്തെ പറ്റി പാർലമെന്റിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി ഒരു പ്രസ്താവന ചെയ്യണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അതൊരു മിനിമം കാര്യമാണ്. പാർലമെന്റിൽ ഞങ്ങൾ പ്രതിപക്ഷ MP-മാർ ചെയ്യേണ്ട മിനിമം കാര്യമാണ്. ഞങ്ങൾ ചെയ്തവരാണ്. അതിനാണ് സസ്പെൻഷൻ. ഈ കാര്യം ആവശ്യപ്പെട്ടാൽ സസ്പെൻഡ് ചെയ്യുമെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ എല്ലാ പാർട്ടികൾക്ക് വേണ്ടിയും MP-മാർക്ക് വേണ്ടിയും ഞാൻ പറയുന്നു, ഞങ്ങൾ ആ കുറ്റം വീണ്ടും ചെയ്യും. അതാണ് പാർലമെന്റ്. ഭരണകൂടം കാണിക്കുന്ന വൃത്തികെട്ട നെറികേടുകളെ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് പാർലമെന്റ്. ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും MP-മാരടക്കം മന്ത്രിമാരടക്കം എല്ലാവരെയും ചിലപ്പോൾ അപായപ്പെടുത്താമായിരുന്ന ഒരു സംഭവത്തെ പറ്റി അധികാര കേന്ദ്രങ്ങൾ സംസാരിക്കണം എന്നാണ് ഇത് ആവശ്യപ്പെട്ടത്. ആണ് സസ്പെൻഷൻ. അത് സൂചനയാണ് BJP ഗവൺമെന്റ് എന്താണ്, അതെങ്ങനെയാണ് RSSന്റെ ഐഡിയോളജിയാൽ നിയന്ത്രിക്കപ്പെടുന്നത് വിളിച്ചു പറയുന്നു. സമയം കുറവാണെന്ന് എനിക്കറിയാൻ കഴിയും, പങ്കുപോവുകയാണ്. ഇതിന് ചരിത്രത്തിൽ ഒരു സമാനതയുണ്ട്. പാരലൽ. അത് 1940-കളിലാണ്. സ്ഥലം ജർമ്മനിയിലാണ്. ജർമ്മൻ പാർലമെന്റിൽ തീ പിടിച്ചു. ഇല്ല, കാടല്ല. ഇതാണ് സത്യം. നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും അത് ഫ്രീഡമാണ്. ഞാൻ പറഞ്ഞിട്ട് പൊട്ടിയായിട്ടാണ് ഞാൻ പോകുന്നത്. പ്രസിദ്ധീകരിക്കണ്ട. ഞാൻ കാട് കയറിയില്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള കൊടുക്കുന്നു. ഞാൻ കുറച്ച് കാട് കയറിയിട്ടുണ്ട്.
ജർമ്മൻ പാർലമെന്റിന്റെ പേര് റിസ്റ്റർ എന്നാണ്. റിസ്റ്റർ തീ പിടിച്ചു. ആ തീ പിടിച്ച നിമിഷം തന്നെ അവിടെ രണ്ടുപേരെത്തി. ഹിറ്റ്ലറുടെ വലങ്കയും ഇളങ്കയായിട്ടുള്ള ഗീബൽസും ഗോറിയും. അവർ പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരാണ് തീ വെച്ചത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിചാരണയാണ്. അതൊന്നും അറിയണം. ഇതുകൊണ്ട് ബന്ധമുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരെ അവിടെ നേരത്തെ കാലം പിടിച്ച് വിചാരണ ചെയ്തു. ആ വിചാരണയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ ജോർജി ലൂത്രവും പ്രതിയാണ്, ഒന്നാം പ്രതിയാണ്. അദ്ദേഹം തന്റെ കേസ് സ്വയം ബാധിച്ചു. അദ്ദേഹം ഗീബൽസിനെയും ഗോറിവിനെയും അടക്കം വിചാരണ ചെയ്തു. ഫാസിസ്റ്റ് കോടതി പറഞ്ഞു ഇത് കള്ളക്കേസാണ്. ഹിറ്റ്ലറാണ് കമ്മ്യൂണിസ്റ്റുകാരെ കുറ്റപ്പെടുത്തുവാൻ വേണ്ടി ഈ തീവ്രത്തിൽ പ്രവർത്തിച്ചത്. വാടകയ്ക്ക് എടുത്തൊരു ഗുണ്ടയാണ്, ഒരു കൊലയാളി, അയാൾ പാരമ്പര്യയുടെ ആളാണ്. ആ തീ വെച്ചതാണ്. ആ പാരമ്പര്യമാണ് BJP-യുടെ പാരമ്പര്യം. BJP ആ രാഷ്ട്രീയത്തിന്റെ പിൻഗാമിയാണ്. കാട് കയറുകയല്ല. BJP-യുടെയും RSS-ന്റെയും വേദപുസ്തകം എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത് ബഞ്ച് ഓഫ് തോട്ട്സ് ആണ്. അതിൽ ഗോൾവക്കർ പറഞ്ഞു ജർമ്മനിയിലേക്ക് നോക്കുമെന്ന്. വംശാഭിമാനം അതിന്റെ ഉത്തുംഗാവസ്ഥ പ്രാപിച്ച മാതൃകാഭൂമിയാണ് ജർമ്മനി. ആ അനുഭവത്തിൽ നിന്ന് ഹിന്ദുസ്ഥാന് വിലപ്പെട്ട പല പാഠങ്ങളും പഠിക്കാനുണ്ട് എന്നാണ് എഴുതിയത്. ഇതാണ് BJP, ഇതാണ് RSS. ആ ഗവൺമെന്റിന്റെ എല്ലാ തെറ്റുകളും ഏറ്റുവാങ്ങിയ പാർട്ടിയാണ് BJP. ഒരു പറയുന്നത് കൂടാതെ അവർ ഹിറ്റ്ലറുടെ മാർഗമാണ് സ്വന്തം മാർഗമെന്ന് പറഞ്ഞവരാണ്. അവരുടെ കയ്യിൽ അധികാരത്തിന്റെ 3 ടേം കഴിഞ്ഞു. 2 ടേം കഴിഞ്ഞു. 3-ാം ടേം ആരംഭിക്കാം അത് ആഗ്രഹിക്കുന്നു. കയ്യിൽ കിട്ടിയാൽ അത് ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് ജനാധിപത്യ ബോധമുള്ള ഇന്ത്യ വെറുതെ പറയുകയല്ല. പാർലമെന്ററി സിസ്റ്റം തകരുമെന്ന് പറയുന്നത്, മതേതര മൂല്യങ്ങളെ അവർ തകർക്കുന്നു എന്നത് എല്ലാം വംശാഭിമാനത്തിന്റെ റേഷ്യൽ പേരിന്റെ പാർട്ടിയാണ് BJP എന്നറിയാവുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ ചിന്തിക്കുന്നത് ഈ RSS നയിക്കുന്ന BJP-യാണ് ഞങ്ങളുടെ മുഖ്യ ശത്രു, രാഷ്ട്രീയ ശത്രു. അവരെ വീണ്ടും വരാൻ സമ്മതിക്കാൻ പാടില്ല. അത് പ്രൈമറി ടാസ്ക്. ഇന്ത്യ സഖ്യം അതിനു വേണ്ടി ഉണ്ടായ ഒന്നാണ്. ഞങ്ങളതിന്റെ ഭാഗമാണ്. അതിന്റെ ഒരു ഗവൺമെന്റ് ഉണ്ടാകാൻ വേണ്ടി നിൽക്കുന്നു. ഈ ഇലക്ഷൻ BJP ഭരണത്തെ താഴെ ഇറക്കി ആ സ്ഥാനത്ത് ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ വേണ്ടിയുള്ള സമരമാണെന്ന് CPI കാണുന്നു. അതുകൊണ്ടാണ് ആ ഗവൺമെന്റ് ഉണ്ടാകാൻ ഉള്ള സമരത്തിൽ കേരളത്തിലെ വിജയം നിർണായകമാണെന്ന് നിങ്ങൾ കാണുന്നത്. അത് എന്തുകൊണ്ടാണ് നിർണായകമാകുന്നത്? തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സങ്കല്പിക്കാൻ നമുക്ക് ഒരു തുറക്ക് പറഞ്ഞിട്ടുണ്ടായത്, പറഞ്ഞിട്ടുണ്ടായത് ആർക്കും ഒറ്റയ്ക്ക് അവിടെ ഭൂരിപക്ഷത്തെ അവസ്ഥ വന്നാൽ BJP ധാരാളിത്തത്തിൽ കൃത്രിമമായി ഉണ്ടാക്കുന്നു, ഭൂരിപക്ഷം ഉണ്ടാക്കുന്നു. നമ്മുടെ മുമ്പിൽ ഗോവയുണ്ട്, മണിപ്പൂരുണ്ട്, എല്ലാം ഉണ്ട്. BJP എങ്ങനെ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും പണം നൽകുന്നില്ല ജനപ്രതിനിധികളെ വിലക്കെടുത്ത് സർക്കാർ ഉണ്ടാക്കുമെന്ന് ഇന്ത്യ കണ്ടിട്ടുണ്ട്. ആ BJP അങ്ങനെയാണെങ്കിൽ MP-മാരെ പിടിക്കാൻ വേണ്ടി കോടികളുമായി രംഗത്ത് വരും. രാഷ്ട്രീയത്തിന്റെ കടിഞ്ഞാൽ പ്രധാനമായി പിടിക്കും. അദാനി അംബാനി സഖ്യത്തിന്റെ ഒട്ടുകെട്ടിന്റെ എല്ലാ ഭാഗമായിട്ടുള്ള വലിയ പണമൊഴുക്കുണ്ടാകും. ആ പണമൊഴുക്കിൽ BJP ആക്കി പറ്റും. എല്ലാവർക്കും അറിയാം, ഉറപ്പുള്ളവരാരാണ്. എത്ര വലിയ പണക്കൊഴുപ്പ് വന്നാലും, എത്ര കോടികൾ വാരി എറിഞ്ഞാലും, സമ്മർദ്ദം ഏതെല്ലാം വന്നാലും, പ്രലോഭനം ഏതായാലും അതിന്റെ എല്ലാം മുമ്പിൽ ഉറപ്പായും നിൽക്കുമെന്ന് ഉറപ്പുള്ളത് ഒറ്റപ്പെട്ടതിനെ പറ്റി മാത്രമാണ്. അത് ഇടതുപക്ഷമാണ്. അതുകൊണ്ട് ഇന്ത്യ സഖ്യം അവിടെ വരും ഉറപ്പാക്കാൻ വേണ്ടി കേരളത്തിൽ നിന്നും ജയിക്കേണ്ട 20 പേരും LDF-കാരാണ്. അവർ കാര്യമാണില്ല.
അവരാർക്കും വിളിച്ചു കിട്ടില്ല. വിൽപ്പനപ്പെടുകളെല്ലാം അവർ ജയിച്ചു വരണം. കോൺഗ്രസ് ജയിച്ചു വന്നാലും ജയിച്ചു വന്നാൽ ഈ ഒരു ഘട്ടം വന്നാൽ അവരാരും അങ്ങോട്ട് എഴുതുക. എത്ര മുൻ PCC പ്രസിഡന്റുമാർ, എത്ര മുൻ മുഖ്യമന്ത്രിമാർ, എത്ര മുൻ കേന്ദ്രമന്ത്രിമാർ ഉറങ്ങാൻ പോയപ്പോൾ ഒരു കോൺഗ്രസ് ആയിരുന്നു, ഉണർന്നപ്പോൾ ഒരു BJP-യിലെത്തി. ഇത് രണ്ട് രാജ്യമാണ് ഇന്ത്യ, അത് ആവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ രാഷ്ട്രീയം അതിന്റെ കാതൽ മതേതരത്വമാണ്, ജനാധിപത്യമാണ്, ഭരണഘടനാ പ്രമാണങ്ങളാണ് അതിന്റെ കാതൽ. അത് വിജയിക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് 20 പേരും LDF വരാനാണ്. ഇതാണ് ഈ കാട്ടിലെ യഥാർത്ഥ മരം. കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരാള് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി BJP പോകുമെന്നാണോ നമ്മൾ പറയുന്നത്? എന്നല്ല പറഞ്ഞത്. ഈ സമരത്തിന്റെ കേന്ദ്ര കോൺഗ്രസിന്റെ രാഷ്ട്രീയ ബുദ്ധിയാണ് വെല്ലുവിളിക്കുന്നത്. The political wisdom of the Congress is at stake. കോൺഗ്രസിന് വേണ്ടി ജയിച്ചു വരുന്നവരും BJP പോകാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ BJP പോകും എന്നല്ലേ? ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ഈ സമരത്തിന്റെ കേന്ദ്രസ്ഥാനം ഏതാണ്? ഇതിന്റെ കേന്ദ്രസ്ഥാനം എല്ലാ നിരീക്ഷകർക്കും അറിയാം. കേന്ദ്രസ്ഥാനം നോർത്ത് ഇന്ത്യയാണ്. ഹൃദയഭൂമി എന്ന് വിളിക്കപ്പെടുന്നത് നോർത്ത് ഇന്ത്യയാണ്. അവിടെ നിന്നാണ് മഹാഭൂരിപക്ഷ എംപിമാരുണ്ടാകുന്നത്. ആ പോരാട്ട ഗതിയുടെ പ്രാധാന്യം വിസ്മരിച്ചുകൊണ്ട് ഈ സമരത്തിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് രാഹുൽ ഗാന്ധി. കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും ഒരു പ്രധാനപ്പെട്ട നേതാവാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം പ്രധാനപ്പെട്ട കളിക്കളം വിട്ട്, യുദ്ധക്കളം വിട്ട് അദ്ദേഹം ഇങ്ങോട്ട് വന്നാൽ എന്താ അതിന്റെ മെസ്സേജ്? അതിന്റെ മെസ്സേജ് ഈ സമരത്തിന്റെ രാഷ്ട്രീയ അർത്ഥം കാണാൻ അറിയാത്ത, ഉണ്ടാക്കാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്നാണ്. അല്ലെങ്കിൽ അവർ അന്ന് പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി പേടിച്ചോടിപ്പോയി എന്ന് പറയുന്നു. അങ്ങനെയാണ് അമേഠിയിൽ തോറ്റത് കോൺഗ്രസ്. അങ്ങനെ ചുറ്റുപാടിൽ രാഹുൽ ഗാന്ധി പ്രധാനപ്പെട്ട യുദ്ധക്കളമായ നോർത്ത് ഇന്ത്യ വിട്ട് 20 MPമാർ മാത്രം ഉള്ള, ഒരിക്കലും ഒറ്റ BJP പോലും ജയിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഈ കേരളത്തിലേക്ക് സമരകേന്ദ്രം മാറ്റുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ബുദ്ധിയാണെന്ന് ചിന്തിക്കേണ്ടത് കോൺഗ്രസ്സാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുകയാണ്, ഇവിടെ കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ വിസ്ഡം ആണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. രാഹുൽ ഗാന്ധിക്ക് എവിടെയും മത്സരിക്കാം, കേരളത്തിൽ മത്സരിക്കാം, അത് വയനാട്ടിലാകാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ അപ്പോൾ ഈ ചോദ്യം പ്രസക്തമല്ലേ? അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള രാഷ്ട്രീയ വിവേകം നെഹ്റുവിന്റെ കാലത്ത് കോൺഗ്രസിനുണ്ടായിരുന്നു. ഇന്നത്തെ കോൺഗ്രസ് പാർട്ടിക്കുണ്ടെങ്കിൽ അവർ ചിന്തിക്കട്ടെ, ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഇന്ത്യ അലയൻസിന്റെ യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നാൽ തീർച്ചയായിട്ടും മോദി തൃശ്ശൂരിൽ വന്നിട്ട് ഗ്യാരണ്ടി പോയിരിക്കുകയാണ്. ഇവിടെ അക്കൗണ്ട് തുറക്കുന്നു പറഞ്ഞു. അപ്പൊ ഇത് തടയാൻ എന്ത് സ്ട്രാറ്റജിയാണ്? സ്ട്രാറ്റജി സത്യങ്ങളെല്ലാം പറയുകയാണ്. ഒന്നാം സത്യം, ഇതിനേക്കാൾ വളരെ പറഞ്ഞ കുറെ ഗ്യാരണ്ടീസ് ഉണ്ട്. ഇതേ മോദിയുടെ നാക്ക് പറഞ്ഞ ഗ്യാരണ്ടീസ് 1, 2, 3, 4, 5 എന്ന് എഴുതുകയാണ്. എന്ത് പറ്റി ആ ഗ്യാരണ്ടിക്കല്ല? 2 കോടി തൊഴിൽ ഒരു ഗ്യാരണ്ടി ആയിരുന്നു. എന്ത് പറ്റി? ഓരോ അക്കൗണ്ടിലേക്കും 1.5 lakhs രൂപ വരുമെന്ന്. എന്ത് പറ്റി ആ ഗ്യാരണ്ടിക്ക്? എല്ലാവർക്കും വീട് ഒരു ഗ്യാരണ്ടി ആയിരുന്നു. എന്ത് പറ്റി ആ ഗ്യാരണ്ടിക്ക്? 6 ലക്ഷം ഗ്രാമങ്ങളിലേക്ക് ഫൈബർ കണക്ടിവിറ്റി ഉണ്ടാകുമെന്ന് ഒരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. എന്ത് പറ്റി ആ ഗ്യാരണ്ടി? എന്ത് പറ്റിയ ഗ്യാരണ്ടിക്ക്? ഗ്യാരണ്ടികളെല്ലാം ഇതുപോലെ വരും, വന്ന പോലെ പോകും. തൃശ്ശൂരിലെ ഗ്യാരണ്ടികൾ ഒന്നുപോലും നടപ്പിലാക്കാൻ വേണ്ടിയുള്ളതല്ല. പ്രചാരണമാണ് രാഷ്ട്രീയത്തിന്റെ എല്ലാം എന്ന് വിശ്വസിക്കുന്ന ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ മറ്റൊരു ഗ്യാരണ്ടി പ്രവാഹമാണ്. മുമ്പുള്ള എല്ലാ ഗ്യാരണ്ടികളും ചത്തുമലർച്ചു കിടക്കുന്ന
ശ്മശാനത്തിൽ നിന്നാണ് ഈ പുതിയ ഗ്യാരണ്ടി ഉണ്ടായത്. ആ ശ്മശാനത്തിലേക്ക് ഒന്ന് മാന്തി നോക്കിയാൽ കാണാം മുമ്പ് പറഞ്ഞ പല ഗ്യാരണ്ടികളും ചത്ത് കിടക്കുന്ന പ്രേതമോടെ കാണാം. ഞങ്ങൾ ചുരുക്കം പറഞ്ഞത് ആ ഗ്യാരണ്ടികളുടെ കാര്യം ഉറപ്പാക്കിയിട്ട് പുതിയ ഗ്യാരണ്ടി പറയാം. അതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഞാൻ വീണ്ടും ഞാൻ ഹിറ്റർ കൊടുത്തു പോകുന്നു. ഹിറ്ററുടെ പ്രസംഗ ശൈലിയാണ് ഇതെല്ലാം. ഈ നെഞ്ചത്തടിക്കലും ഒട്ടകത്തിക്കലും ഏറ്റുപറയിപ്പിക്കലും ഒക്കെ. അവിടെ എത്തിയ നിഷ്കളങ്കരായ ആ സഹോദരിമാരെ പറ്റി ഞങ്ങൾക്ക് സഹതാപത്തിൽ ഭൂമിയാണ്. ഈ ഓരോ ഗ്യാരണ്ടി ഏറ്റുപറയിപ്പിക്കുന്നവരെ ഒന്നും നടപ്പിലാക്കാൻ വേണ്ടിയുള്ളത് ഒന്നും. ഏറ്റവും ഒടുവിലത്തെ രാഷ്ട്രീയ പ്രശ്നമുണ്ടോ വനിതാ സമരണം, അതൊന്നും നടപ്പിലാക്കും. എന്താണ് ഗ്യാരണ്ടി പറയുന്നത്? ഈ പാട്ടെ ഗ്യാരണ്ടി എന്നുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരിയാണ് ഗീതാ മുഖർജി. നോർമൽ കമ്മ്യൂണിസ്റ്റുകാരിയാണ് നെഹ്റു ചക്രവർത്തി. അവരാണ് ദശാബ്ദങ്ങളോളം പോരാടിയത് ആ ബില്ലിന് വേണ്ടി, നിയമമാക്കാൻ വേണ്ടി. അങ്ങനെയുള്ള ഒരു പാർലമെന്റിൽ ഈ സംവരണത്തിന്റെ വാഗ്ദാനം എന്ന് പാലിക്കപ്പെടും? അതിന് ഗ്യാരണ്ടി ഉണ്ടോ? 2029 നടപ്പിലാക്കിയേക്കാം, നടപ്പിലാക്കപ്പെട്ടേക്കാം, നടപ്പിലാക്കപ്പെടാതിരിക്കാം. മൗലിക പ്രശ്നമാണ്. ഒരു ഗ്യാരണ്ടിയുമില്ല. ഞാൻ പറയുന്നു നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിൽ നിന്ന് ആ ബിൽ, ആ നിയമം, അത് നിയമമാണ്, നടപ്പിലാക്കണമെന്ന് യാതൊരു ചിന്തയുമില്ല. യാതൊരു ഗ്യാരണ്ടി